നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻതും. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള, ഭക്തിയുള്ള, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഏറ്റവും നല്ല ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും പരിശ്രമവും ഉണ്ടാകണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. പുറത്തിറങ്ങിയാൽ നമ്മുടെ ചർച്ച ചൂടിനെക്കുറിച്ചാണ്. എന്തൊരു ചൂട് എന്ന് അറിഞ്ഞും അറിയാതെയും മനുഷ്യൻ പറഞ്ഞു പോകുന്ന ഒരു പ്രത്യേക സമയമാണിപ്പോൾ. പക്ഷേ എന്തൊരു ചൂട് എന്ന ശാപമോ ദേഷ്യമോ അടങ്ങുന്ന വർത്തമാനം ഉണ്ടാകാൻ പാടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. ചൂടുള്ള കാലം ഒരു കാലമാണ്, തണുപ്പുള്ളതൊരു കാലമാണ്. കാലം എന്നത് ഞാനാണ് എന്ന് അള്ളാഹു അറിയിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൂട് നമ്മളിലേക്ക് എത്തിക്കുന്നത് സർവശക്തനായ റബ്ബ് ഒരുക്കി വച്ചിട്ടുള്ള സൂര്യൻ എന്ന സംവിധാനത്തിൽ നിന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം സൂര്യനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കേണ്ട സമയമാണ്. ഈ ഖുതുബയിൽ സൂര്യനെക്കുറിച്ചുള്ള വിശദമായ ചർച്ച ഏതായാലും യോജിച്ചതല്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ അവസാനിപ്പിക്കാൻ വളരെ 20-30 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീരാവുന്ന ഒരു വിഷയമല്ല. അതിന് പ്രത്യേകം സദസ്സുകൾ വേണം. എന്നാൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഗൗരവമായ ചില കാര്യമുണ്ട്. സൂര്യൻ എന്നത് ഭൂമിയിൽ നിന്ന് എത്ര ദൂരത്താ? എന്നിട്ടും എന്തൊരു ചൂടാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ ദൂരമൊന്ന് നമ്മുടെ മനസ്സിൽ വരണം. അതിനെക്കുറിച്ച് പഠിച്ച് ഗവേഷണം നടത്തി എഴുതി വച്ച രേഖകളിൽ പറയുന്നത് 147 മില്യൺ കിലോമീറ്ററാണ് മിനിമം. അതിങ്ങനെ എന്താ മിനിമം? എപ്പോഴും ഒരേ ഡിസ്റ്റൻസിലല്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. 147, 149, 150, 152 വരെ. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. അപ്പം 150 മില്യൺ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 150 ഗുണിക്കണം 10, 1500 മില്യൺ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 1500 ലക്ഷം. 150 മില്യൺ എന്ന് പറഞ്ഞാൽ 1500 ലക്ഷം. ഒരു മില്യൺ 10 ലക്ഷമാണെങ്കിൽ ഈ 150 എന്നത് വരുമ്പോൾ 1500 ലക്ഷം കിലോമീറ്ററായി. എന്ന് പറഞ്ഞാൽ 15 കോടി. നമ്മുടെ തൊട്ടടുത്ത അങ്ങാടിയിലേക്ക്, എടക്കരയിലേക്ക് ഒരു 2.5 കിലോമീറ്റർ എന്ന ദൂരം നമ്മളൊന്നിങ്ങനെ കണക്കൂട്ടി നോക്ക്. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ അപ്പുറത്താണ് സൂര്യൻ നിൽക്കുന്നത്. 15 കോടി കിലോമീറ്റർ അപ്പുറത്ത്.
അവിടുന്ന് വരുന്ന ചൂടാണ് നമ്മൾ ഈ പറയുന്നത്. എന്തൊരു ചൂടാണ്, സഹിക്കാൻ കഴിയണില്ല എന്ന്. 1500 ലക്ഷം കിലോമീറ്റർ പാഞ്ഞു വരുന്ന ചൂടാണ്. എന്തൊരു ചൂടാണെന്ന് പറയുന്നത്. നമ്മുടെ വാഹനങ്ങൾ ഏറ്റവും വേഗതയിൽ പോയാൽ എത്ര പോകാൻ പറ്റും? എന്നിട്ട് ഈ സൂര്യതാപത്തിൻ്റെ അല്ലെങ്കിൽ സൂര്യൻ്റെ ചലനത്തെക്കുറിച്ചും അതിൻ്റെ വേഗതയെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പൊ ഇത്രയും 15 കോടി അല്ലെങ്കിൽ 15 കോടിയോളം അടുത്ത് കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന സൂര്യൻ എന്ന് പറയുന്ന 13.5 ലക്ഷം ഭൂമിയെ കൊണ്ടുപോയി വെക്കാൻ വലുപ്പമുള്ള, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഭൂമി എത്ര വിശാലമാണ്. നമ്മളിങ്ങനെ ചിന്തിക്കുക, നമ്മുടെ ജില്ല, മലപ്പുറം ജില്ല എത്ര വലിപ്പമുണ്ട്? നമ്മൾ ഏകദേശം ഒരു അറ്റത്താണ് നിൽക്കുന്നത്. എടക്കരയും കഴിഞ്ഞ് വഴിക്കടവും കഴിഞ്ഞ് നാടുകാണി എത്തിയാൽ നമ്മുടെ ഈ ജില്ലയും നമ്മുടെ ഈ സ്റ്റേറ്റും അവസാനിക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് അങ്ങ് യാത്ര ചെയ്താൽ മഞ്ചേരിയും കൊട്ടക്കലും വളാഞ്ചേരിയും കുറ്റിപ്പുറവും ഇടപ്പാളും ഒക്കെ മലപ്പുറം ജില്ലയിൽപ്പെട്ടതാണ്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. ഈ ജില്ലയുടെ വലിപ്പം തന്നെ എത്ര വിശാലാണ്. ഈ മലപ്പുറം ജില്ല ഉൾക്കൊള്ളുന്ന കേരളം ചെറുതാണ്, ഇന്ത്യ രാജ്യത്തിലെ ചെറിയ സ്റ്റേറ്റുകളിൽ ഒന്നാണ്. എന്നാൽ ആ കേരളം എത്ര വിശാലമാണ്. ആ കേരളം ഉൾക്കൊള്ളുന്ന മറ്റു സ്റ്റേറ്റുകൾ അടങ്ങുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എത്ര വലിപ്പമുണ്ട്. ഇത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഇന്ത്യ. ചൈന ഏഷ്യൻ രാജ്യങ്ങളിൽപ്പെട്ടതാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഏഷ്യൻ രാജ്യങ്ങളിൽപ്പെട്ടതാണ്. അറേബ്യൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളിൽപ്പെട്ടതാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പുറത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ വേറെ, യൂറോപ്യൻ രാജ്യങ്ങൾ വേറെ, എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഭൂമി. ആകെ മനുഷ്യന് വസിക്കാനും യാത്ര ചെയ്യാനും താമസിക്കാനും കാടും എല്ലാം കൂട്ടി കാൽഭാഗമുള്ളൂ കര, ബാക്കി 3/4 ഭാഗവും സമുദ്രമാണ്. ശരിയല്ലേ? ഭൂമിയുടെ 3/4 ഭാഗം സമുദ്രമാണ്. നമ്മൾ ഈ ജീവിക്കുന്നത് നമ്മളെന്നല്ല, നമ്മുടെ രാജ്യമെന്നല്ല, ഏഷ്യൻ രാജ്യങ്ങളെന്നല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളെന്നല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള മൊത്തം ലോകത്തിലെ ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ ആ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരും സഞ്ചരിക്കുന്നത്, കരമാർഗം സഞ്ചരിക്കുന്നത്, അവർ കളിക്കുന്നത്, അവർ ബിസിനസ് ചെയ്യുന്നത്, അവർ വ്യാപാര സമുച്ചയങ്ങളെ കെട്ടിപ്പടുക്കുന്നത്, ഫാക്ടറികൾ ഉണ്ടാക്കുന്നത്, ഒരാൾക്ക് 1000-കണക്കിന് ഏക്കർ ഭൂമിയുണ്ട് എന്ന് പറയുന്നത്, എല്ലാം ഭൂമിയുടെ 3/4 ഭാഗവും സമുദ്രം കഴിഞ്ഞ് 1/4 ഭാഗത്തെ കരഭൂമിയിലാണ്. ഈ സമുദ്രവും കരയും ചേർന്നതാണ് ഭൂമി. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയെ പോലെയുള്ള 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ സൂര്യനിൽ മാത്രം സ്ഥലമുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാൻ, അള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ വേറെ കുറെ ആവശ്യങ്ങളില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ട് സൂര്യൻ എന്ന് പറയുന്ന അത്ഭുതകരമായ അള്ളാഹു സംവിധാനിച്ച ഒരു നക്ഷത്രത്തെക്കുറിച്ച് നമ്മളൊക്കെ ആലോചിക്കണം. അതിൻ്റെ യഥാർത്ഥ നിറം വൈറ്റാണ്. നമുക്കൊരു മഞ്ഞ കളറോട് കൂടിയുള്ള നിറത്തിലൊക്കെയാണ് നമ്മൾ അതിനെ, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ചിത്രങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ളത്. ഇനി ഭൂമിയുടെ സൂര്യൻ്റെ ഓരോ ഭാഗങ്ങളിലെയും ചൂട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അതാ പറഞ്ഞത്, അത് വേറെ തന്നെ സംസാരിക്കേണ്ടതാണ്. ഇപ്പോൾ സൂര്യൻ എന്നൊരൊറ്റ വാക്കു മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അത് ഏകദേശം 15 കോടി കിലോമീറ്റർ അപ്പുറത്താണ് ഭൂമിയിൽ നിന്ന് നിൽക്കുന്നത്. അതിൻ്റെ ചൂടാണ് നമുക്ക് സഹിക്കാൻ പറ്റാതെ വരുന്നത്. ഈ സൂര്യൻ ലോകത്തിൻ്റെ രക്ഷിതാവായി അല്ലാഹ് പറയാ, പരലോകമെന്ന് പറയുന്ന ദിവസത്തിൽ നിങ്ങളിലേക്ക് അടുപ്പിക്കും. എത്ര ഹദീസിൽ കാണാം, തുദിന ശംസ് യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ ഈ സൂര്യൻ മനുഷ്യനിലേക്ക് അടുക്കുകയാണ്. മിനൽ ഖൽഖ് ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 2864 ഹദീസിൽ പറയാണ്, ഏകദേശം 1 മൈൽ അടുത്തേക്ക് മനുഷ്യന്റെ അടുത്തേക്ക് സൂര്യൻ അടുത്തു നിർത്തുന്ന ഒരു ദിവസം വരാനുണ്ട്.
1 മൈൽ എന്ന് പറഞ്ഞാൽ ചെറിയ ദൂരമേ ഉള്ളൂ, 1.5 കിലോമീറ്റർ. സൂര്യൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇപ്പൊ എത്ര 15 കോടി കിലോമീറ്റർ അപ്പുറത്താ, അല്ലെങ്കിൽ 14 കോടി അതിൻ്റെ അപ്പുറം നിൽക്കുന്ന കിലോമീറ്റർ അപ്പുറത്താ. അവിടുന്ന് സൂര്യൻ ഇനിയും മുകളിലേക്ക് അള്ളാഹു ഉയർത്തിയാൽ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ അവനെ ഐസ് ബാധിച്ച അവസ്ഥ വരും. അത് അള്ളാഹ് അങ്ങനെ നിർത്തിയതാണ് ആ രീതി. അവിടുന്ന് വീണ്ടും താന്നാൽ മനുഷ്യന്റെ തലയോട്ടി പോലും ഉരുകിയൊലിക്കാൻ മാത്രമുള്ള ശക്തമായ ചൂട് മനുഷ്യനിലേക്ക് വരുമെന്ന് എഴുതി വച്ച ശാസ്ത്രീയ ലോകത്തുള്ളവരുണ്ട്. അതിനെ 1.5 മൈൽ അല്ല 1 മൈൽ 1.5 കിലോമീറ്റർ അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കാണ്. കമിഖിദാരി മീൽ, 1 മീലോളം എന്ന് പറഞ്ഞാൽ 1 മൈൽ അടുത്തെത്തുമാർ മനുഷ്യന്റെ അടുത്തേക്ക് അടുപ്പിച്ചു നിർത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുകയാണ്, യഅറഖുൻ നാസ്, ജനങ്ങൾ ഇങ്ങനെ വിയർത്തു കുളിക്കുകയാണ്. യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ. ഇപ്പോ ഈ പള്ളിയിൽ AC വെച്ച് ശീതീകരിച്ച റൂമിൽ ഇരുന്നിട്ട് പോലും നമ്മളൊക്കെ വിയർക്കുന്നുണ്ട്. തണുപ്പുമല്ല ചൂടും അല്ലാത്തൊരവസ്ഥയില. എന്താ അങ്ങനെ പള്ളി നിറയെ ആളുകളാകുമ്പോൾ ഈ സംവിധാനം മതിയാവില്ല. അതുകൊണ്ട് വല്ലാതെ വിയർത്തു കുളിക്കുന്നില്ല, എന്നാലും ചെറിയ ചൂടൊക്കെ ഉണ്ട്. എന്തൊക്കെ സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടും ഇത് ഒരു ചെറിയ ചൂടെങ്കിലും ഈ സമയത്തും നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ, ഈ 1 മൈൽ അടുത്തേക്ക് സൂര്യനെ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു പരലോകത്തെ ദിവസത്തെ നമ്മൾ ആലോചിച്ചു നോക്കൂ. യഅറഖുൻ നാസ് യൗമൽ ഖിയാമ, ജനങ്ങൾ ഇങ്ങനെ വിയർത്തു കുളിക്കുകയാണ്. യഅറഖുൻ നാസ്, ജനങ്ങൾ വിയർത്തു കുളിക്കുകയാണ്. ഹത്താ യദ്ഹബ അറഖഹും ഫിൽ അർളി 70 ദിറാഅ, വിയർത്തു കുളിച്ചിട്ട് മനുഷ്യന്റെ വിയർപ്പുകൾ ഭൂമിയിലേക്ക് 70 മുഴം ഭൂമിയിലേക്ക് എത്തുമാർ മനുഷ്യൻ വിയർക്കും. മനുഷ്യന്റെ വിയർപ്പുകൾ ഭൂമിയിലേക്ക് 70 മുഴം അടിയിലേക്ക് എത്തുമാറ് മനുഷ്യൻ വിയർത്തു കുളിക്കും. ഒരാളല്ല, ജനകോടികൾ മുഴുവനും. ഇതൊക്കെ കളവ് പറയാത്ത പ്രവാചകൻ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഹദീസ് വായിക്കാം. യഅറഖുൻ നാസ്, ജനങ്ങൾ വിയർക്കുകയാണ്. യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ. ഹത്താ, എത്രത്തോളമാണ് വിയർക്കുന്നത്? ഹത്താ യദ്ഹബ അറഖുഹും, അവന്റെ വിയർപ്പ് എത്തുമാർ ഫിൽ അർളി, ഭൂമിയിലെത്തുകയാണ്, ഭൂമിയിലേക്ക് ഇങ്ങനെ താവുകയാണ്. 70 ദിറാഅ, 70 മുഴം. മനുഷ്യരിങ്ങനെ വിയർത്തിട്ട് നമ്മൾ നിന്ന സ്ഥലമൊക്കെ നനഞ്ഞു പോയി എന്നാണ്. നമ്മളിങ്ങനെ വിയർത്ത് കുളിച്ചിട്ട് നമ്മൾ നിന്ന സ്ഥലത്ത് മണ്ണിലൊക്കെ വിയർപ്പ് വിറ്റ് അവിടെ ഒറ്റി വീണിട്ട് അതിൻ്റെ അടയാളം ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയും. ആ വിയർപ്പ് 70 മുഴം താഴെയിലേക്ക്, മണ്ണിനടിയിലേക്ക്, ഭൂമിക്കടിയിലേക്ക് എത്തുമാർ മനുഷ്യൻ വിയർത്തു കുളിക്കുമെന്ന് കളവ് പറയാത്ത മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. 70 മുഴം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയും കൂടി കൂട്ടണം അടിക്കണക്കാവുമ്പോൾ. അപ്പോൾ ഒരു 105 അടി, 105 അടി താഴ്ചയിലേക്ക് മനുഷ്യന്റെ വിയർപ്പ് ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടാകും. അത്ര ചൂടിലായിരിക്കും മനുഷ്യൻ നിൽക്കുക. എന്നാൽ ചില ആളുകൾ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുമ്പോൾ നെരിയാണി വരെ, ചില ആളുകളുടെ മുട്ടുകാൽ വരെ വിയർപ്പ് കെട്ടി നിൽക്കുക. മനുഷ്യരെ ഒരാളും രണ്ടാളുമല്ല, ലോകത്തിലെ ആദ്യം അല്ലാഹു തആല സംവിധാനിച്ച നമ്മുടെ ഉപ്പയാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കം 90 അടി ഹൈറ്റുള്ള നമ്മുടെ വാപ്പ, 90 അടി ഹൈറ്റുള്ള നമ്മുടെ വല്ലിപ്പ, 60 മുഴം നീളമുള്ള നമ്മുടെ വല്ലിപ്പ, ആ വല്ലിപ്പ മുതൽ പ്രിയപ്പെട്ടവരെ ഖിയാമത്തു നാളിന്റെ അന്നു ജനിച്ചു വീണ കുഞ്ഞുവരെ പടച്ചവൻ ഒരുക്കിയ ആ മൈതാനത്ത് ഇങ്ങനെ വന്നു നിൽക്കുമ്പോ മനുഷ്യൻ വിയർത്തു കുളിക്കുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞത്. ചില ആളുകളുടെ മുട്ടുകാൽ വരെ ഇങ്ങനെ വിയർപ്പിൽ മുങ്ങി ഇങ്ങനെ നിൽക്കുക, വെള്ളത്തിൽ നിൽക്കുന്ന പോലെ. ചില ആളുകളുടെ ഊര വരെ വിയർപ്പിന്റെ കെട്ടാണ്, വിയർപ്പിന്റെ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുക. ചില ആളുകളുടെ നെഞ്ചിടം വരെ, ചില ആളുകളുടെ താടി
ഈ വിയർപ്പിന്റെ കെട്ടി നിൽക്കുന്ന ജലാശയം പോലെ നിൽക്കുന്ന വെള്ളത്തിൽ മുട്ടി നിൽക്കുമാർ പരലോകത്ത് നിൽക്കും. ഇതൊക്കെ ഒരു കടങ്കഥ പോലെ നമുക്ക് തോന്നുന്നുവെങ്കിൽ ഇത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മെ അറിയിച്ച കാര്യമാണ്. ഇതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ ഭൂമി സത്യമാണ്, ഇവിടുത്തെ ജനനം സത്യമാണ്, ഇവിടുത്തെ മരണം സത്യമാണ്, ഇവിടെ ഖബർ സത്യമാണ്, ഖബറിൽ ചോദ്യം സത്യമാണ്. നാളെ എല്ലാം സത്യമായി പുലർന്നിട്ടുണ്ട് എങ്കിൽ നാളെ വരാനിരിക്കുന്ന ഈ സംഭവവും സത്യമാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുപോലെ മനുഷ്യൻ വിയർപ്പിൽ മുങ്ങിക്കുളിക്കും. അപ്പോഴാ മനുഷ്യൻ പറയാ, സ്വർഗാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകം, ഇതെന്നെ സഹിക്കാൻ പറ്റണില്ല എന്ന്. അങ്ങനെയാണ് വിചാരണയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ശുപാർശയാകുന്ന ഷഫാഅത്ത് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത്. ഓരോ മനുഷ്യക്കൂട്ടങ്ങളും ഓരോ നബിമാരിലേക്ക് ഇങ്ങനെ ചെന്നിട്ട് പറയും, സഹിക്കാൻ പറ്റണില്ല, കാരണം 1 മൈൽ ദൂരത്താ സൂര്യൻ നിൽക്കുന്നത്, വിയർത്ത് മുങ്ങി കുളിച്ച് നിൽക്കുക. അപ്പോ ആശ്വാസം കൊടുക്കണ്ടേ ചില മനുഷ്യർക്ക്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, അർശിന്റെ തണല് ഞാൻ ഇട്ടുകൊടുക്കും, അർശിന്റെ തണല് ഞാൻ ഇട്ടുകൊടുക്കും. അവൻ ഇഷ്ടപ്പെട്ട ചില വിഭാഗങ്ങൾക്ക് അവിടെ മുതൽ തുടങ്ങുകയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മനുഷ്യരുടെ വേദനകളും യാതനകളും പരലോക ദിവസത്തിൽ അന്ന് മുതൽ തുടങ്ങുകയാണ്. അർശിന്റെ തണല് കിട്ടുന്ന കുറെ ടീമുണ്ട്. ഞാൻ അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല, നമ്മുടെ വിഷയം മാറണ്ട, അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല. അതിൽ ഒന്ന് പറഞ്ഞത് യുവാക്കളെ കുറിച്ച്, അർശിന്റെ തണൽ. ഒന്ന്, ഷാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹ്, ക്ലബ്ബിന് വേണ്ടി കാണിക്കുന്ന ആർജവവും ശക്തിയും. ഫുട്ബോൾ കളിച്ചോളൂ കുഴപ്പമില്ല, നടത്തിക്കോളൂ കുഴപ്പമില്ല, അവിടെയൊക്കെ കാണിക്കുന്ന ജാഗ്രത ദീനിന്റെ രംഗത്തുണ്ടോ? പടച്ചവന് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന യുവാവിനെ ഈ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന നേരത്ത് 15 കോടി കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന സൂര്യന്റെ ചൂട് സഹിക്കാതെ ഷേട്ടിന്റെ ബട്ടൺ അഴിച്ച് എന്തൊരു ചൂടാ എന്ന് പറഞ്ഞു പോകുന്ന ചെറുപ്പക്കാരാ, എങ്ങനെയാണ് ഈ പണിയെടുക്കുക, കൂലി വേലെടുക്കുക എന്നൊക്കെ ചോദിച്ചു പോകുന്ന മനുഷ്യരെ അവരൊക്കെ സമ്മതിക്കണം. 2ാമത്തെയും 5ാമത്തെയും 10ാമത്തെയും നിലയുടെ മേലെ പണിയെടുക്കുന്നവർ സമ്മതിക്കണമെന്ന് താഴെയിരുന്ന് പറയുന്ന ചെറുപ്പക്കാരാ, നീ ക്ലബിന് വേണ്ടി കാണിക്കുന്ന ആർജവം, നിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി കാണിക്കുന്ന ഊർജവും ആർജവവും ശക്തിയും പള്ളിയുമായി നിനക്ക് ബന്ധമുണ്ടോ? ജമാഅത്തിന്റെ വിഷയത്തിൽ നീ അജാഗ്രത കാണിക്കുന്നുണ്ടോ? ദീനി വിഷയത്തിൽ ഈ അർത്ഥത്തിൽ നിന്നെ കിട്ടുമോ? എങ്കിൽ നാളെ റബ്ബ് ഓഫർ തരികയാണ്. ഇതിലും വലിയ ചൂട്, മനുഷ്യന്റെ മുട്ടുകാല് വരെ, ഊര വരെ, നെഞ്ചിടം വരെ അവന്റെ ആ വാതട്ടി നിൽക്കുമാറ് വിയർപ്പിന്റെ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന നേരത്ത് അള്ളാഹു കൊടുക്കുന്ന അർശിന്റെ തണൽ എന്ന് പറയുന്ന ആ സമാധാനത്തിന്റെ തണലുണ്ടല്ലോ. ആദ്യത്തെ തണല് അള്ളാഹ് എണ്ണി 1ാമത്തെ ലിസ്റ്റ്, തന്റെ യൗവനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്തിന് വേണ്ടി നീക്കി വെച്ചവർക്കാണ്. അത് മനസ്സിലായാൽ പിന്നെ നിങ്ങളെ ക്ലബ്ബല്ല നിങ്ങൾക്ക് വലുത്, ക്ലബ്ബ് ഉണ്ടായിക്കോട്ടെ, നിങ്ങളെ ഫുട്ബോൾ കമ്മിറ്റി അല്ല നിങ്ങൾക്ക് വലുത്, ഉണ്ടായിക്കോട്ടെ, എതിർക്കുന്നില്ല. നിങ്ങളെ വിനോദമല്ല നിങ്ങൾക്ക് വലുത്, വിനോദമാവാം, ഇസ്ലാം എതിർത്തിട്ടില്ല. പക്ഷേ ഫസ്റ്റ് നമ്പർ 1 ദീനായിരിക്കും. നിന്റെ ഇശാ കളഞ്ഞിട്ട് എൻ്റെ ഒരു ഫുട്ബോൾ നടക്കൂല, സുബൈ കളഞ്ഞിട്ട് എൻ്റെ ഒരു ക്ലബ്ബ് നടക്കൂല, ജമാഅത്ത് കളഞ്ഞിട്ട് നിന്റെ വേറെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും നിനക്ക് വിളിക്കാൻ നിന്റെ മനസ്സ് സമ്മതിക്കൂല. അതിന് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം അള്ളാഹുവിന്റെ ദീന്. അപ്പൊ ഈ ചൂടൊക്കെ ഇങ്ങനെ വരുമ്പോ ഓർക്കേണ്ട കാര്യമാണ്. ഇനി മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇഷ്തഖത്തിന്നാർ, നരകം ആവലാതി പറയാ അള്ളാഹിനോട്. നരകം ഒരു പരാതി പറയാ, ഇലാ റബ്ബിഹ, ആ നരകത്തിന്റെ റബ്ബിലേക്ക്, നരകത്തെ സംവിധാനിച്ച റബ്ബിനോട് നരകം ഒരു ആവലാതി വേവലാതി പറയുകയാണ്. ഫഖാലത്, നരകം പറയാ, റബ്ബി, എൻ്റെ റബ്ബേ, അഖല ബഅളി ബഅള, എന്നിൽപ്പെട്ടതിനെ ചിലതിനെ തിന്നുകളയുകയാണ്. അതിശക്തമായ തീയാണ്. നരകം പറയാ, എന്നിൽപ്പെട്ട ചിലത് തിന്നു തീർക്കുകയാണ് അല്ലാഹ്. അല്ലാഹ് പറയാണ്, എന്നാ ഇടയ്ക്കൊരു നിശ്വാസം തരാ, ഒരു ശ്വാസം വിടൽ തരാ, ഒന്ന് ശ്വാസമൊക്കെ അയച്ചോറില്ല, കുറേ പണിയെടുക്കുമ്പോൾ ഒന്ന് ഇരിക്ക്, എനിക്കൊരു സമാധാനം തരാം. അല്ലാഹ് പറയാ നരകത്തോട്, ഫഅദിന ലഹ ബിനഫസൈനി, നഫസിൻ ഫിശ്ശിതാ വനഫസിൻ ഫിസ്സൈഫ്.
എന്നാൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും ഓരോ നിശ്വാസങ്ങൾ നിനക്ക് നാം അനുവദിച്ചു തരാം. എങ്ങനെ? ശൈത്യകാലത്തും തണുപ്പുള്ള കാലത്തും ചൂടുള്ള കാലത്തും നിനക്ക് ഞാൻ ചില ഒരാശ്വാസത്തിന്, ഒന്ന് ശ്വാസം വിടാൻ, ഒന്ന് ആവി പുറത്തു വിടാൻ 2 അനുവാദം നിനക്ക് തരാം എന്ന് അള്ളാഹു നരകത്തോട് തിരിച്ചു പറയുന്നു. അങ്ങനെ നിങ്ങൾ ഭൂമിയിൽ അനുഭവിക്കുന്ന കൊടും ചൂട്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നരകത്തിന് അള്ളാഹു ഒരാശ്വാസം കൊടുക്കാൻ വേണ്ടി ഒന്ന് ആവി പുറത്തേക്ക് കളയാൻ സമ്മതം കൊടുത്തതിൽപ്പെട്ടതാണ്. എന്താ പറഞ്ഞേ? നരകം അള്ളാഹിനോട് പറയാ, റബ്ബേ, എന്നിൽപ്പെട്ടത് ചിലതിനെ തിന്നു തീർക്കുകയാണ്, അതിശക്തമായ തീയാണ്. അപ്പം അള്ളാഹ് പറയാ, എങ്കിൽ ഓരോ വേനൽക്കാലത്തും നിനക്ക് ഞാൻ ഒന്ന് ശ്വാസം പുറത്തു വിടാൻ, ഒന്ന് നിശ്വസിക്കാൻ സമയം തരാം. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിശക്തമായ കൊടും ചൂട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുക, അത് നരകത്തിന് അള്ളാഹു ഒന്ന് നിശ്വസിക്കാൻ സമയം കൊടുത്ത ആവി പുറത്തു വിട്ടതാണ്. സർവശക്തനായ അള്ളാഹു ആ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകം പറയുമ്പോൾ സ്വർഗം പറയണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഭൂമിയെപ്പറ്റി നന്മ ചോദിക്കുമ്പോൾ പരലോകത്തെ കൂട്ടി ചോദിക്കണമെന്നതാണ്. റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല. പിന്നെ റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. പടച്ചോനെ, എൻ്റെ കച്ചവടം ഉഷാറാക്കണേ. റബ്ബേ, എൻ്റെ രോഗം മാറ്റി തരണേ. അല്ലാഹ്, എൻ്റെ മക്കൾക്ക് ഉഷാറ് കൊടുക്കണേ. പടച്ചോനെ, എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണേ. നല്ലൊരു വീട് സ്വപ്നം കാണുന്നുണ്ട്, തരണേ അല്ലാഹ്. കച്ചവടത്തിൽ ലാഭം തരണേ അല്ലാഹ്. അവിടെ അവസാനിപ്പിക്കരുത്, പരലോകത്തെ ചേർത്തി. ഇവിടെ രക്ഷ തരുന്ന റബ്ബേ, പരലോകത്തും നീ എനിക്ക് രക്ഷ നൽകണേ അല്ലാഹ്. ചേർത്തി പ്രാർത്ഥിക്കണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വർഗ്ഗം എത്ര പറയാനുണ്ട്. ഒരു വാക്ക് മാത്രം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കൂ. അപ്പോൾ മനസ്സിലാകും അതിൻ്റെ തണലും അതിൻ്റെ സമാധാനം എത്രയുണ്ട് എന്ന്. ഇന്ന ഫിൽ ജന്ന, സ്വർഗത്തിൽ ലശജറ, ഒരു മരമുണ്ട്. സ്വർഗത്തിൽ ഒരു മരം. സ്വർഗത്തിൽ കുറേ മരങ്ങൾ ഉണ്ടാവാം, ഒരു മരത്തെക്കുറിച്ച് പറയാണ്. ഒരു മരത്തിൻ്റെ തണൽ മാത്രം. യസീറു റാക്കിബു, യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ, ആ മരത്തിൻ്റെ തണലിൽ എത്ര 100 ആമിൻ, 100 വർഷം യാത്ര ചെയ്ത ഒരാൾ ഒരു മരത്തിൻ്റെ തണലിൽ 100 വർഷം യാത്ര ചെയ്തു. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലാ യഖ്തഉഹാ, എന്നാലും അവന് ആ മരത്തിൻ്റെ തണൽ മുറിച്ചു കടക്കാൻ കഴിയില്ല. സ്വർഗത്തിലുള്ള ഒരൊറ്റ മരത്തിൻ്റെ തണൽ ഒരു യാത്രക്കാരൻ 100 വർഷം യാത്ര ചെയ്താലും ഒരു മരത്തിൻ്റെ തണൽ മുറിച്ചു കിടക്കാൻ അവന് കഴിയുകയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? ഇത് വിശ്വസിക്കുന്നവരാ നമ്മൾ. നരകത്തെ കടക്കുന്ന മനുഷ്യന്റെ പല്ല് വിശദീകരിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിസ്ലു ഉഹദ്, നരകത്തിലെ ഒരു മനുഷ്യന്റെ അണപ്പല്ല് മാത്രം മിസ്ലു ഉഹദ് മലയോളം ഉണ്ടാകും. അപ്പം മനുഷ്യന്റെ വലിപ്പം ഭീകരമായ വലിപ്പമായിരിക്കും. ഷോൾഡറിൽ നിന്ന് ഷോൾഡറിലേക്ക് നടന്ന് എത്താനുള്ള ദൂരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ അങ്ങനെ? ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം നൽകിയിട്ടും പടച്ചവനെ നിഷേധിച്ച് ധിക്കരിച്ച് ജീവിച്ചവനെ വെറുതെ വിട്ടാൽ പറ്റുകയില്ല. അതുകൊണ്ട് മാക്സിമം അവനെ വേദനിപ്പിക്കുന്ന ഒരു ലോകമാണ്. കാരുണ്യത്തിൻ്റെ നോട്ടം പിന്നെ അങ്ങോട്ട് തിരിയുന്ന പ്രശ്നമേ ഇല്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ചൂടിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊന്നൊരു ചൂടല്ല, ഇതൊക്കെ നമുക്ക് സഹിക്കാവുന്നൊരു ചൂടാണ്. നമ്മൾ AC വെക്കുന്നുണ്ട്, വീട്ടിലും വെക്കാം, പള്ളിയിലും വെക്കാം, നമുക്ക് കൂടുതൽ സമയം ഉപയോഗിക്കുന്ന സ്ഥലത്ത് വെക്കാം, അതിനൊന്നും പ്രശ്നമല്ല. ഇതൊക്കെ ലോകത്ത് അള്ളാഹു സംവിധാനിച്ചതാണ്. പക്ഷേ ഈ ചൂടൊക്കെ വരുമ്പോൾ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂടിനെ കുറിച്ചൊക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഒരു ബോധം, ഒരു അവബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിയും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ വിശദീകരണം പറഞ്ഞുകൊണ്ടുമൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തഹ്സബൂന അന്ന നാറ ജഹന്നം മിസ്ലു നാരിക്കും അദിഹി അശദ്ദു സവാദം മിനൽ ഖാർ. നിങ്ങൾ നരകത്തിൻ്റെ ചൂടിനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നരകം എന്ന് പറഞ്ഞാൽ എന്താ കളറ്? ഒരു ചോദ്യമാണ് കുട്ടികളോട്, നരകത്തിൻ്റെ കളർ എന്താ? ഹദീസിൽ കാണാം, നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ നാട്ടിൽ കണ്ട ചൂട് പോലെയാണ് നരകത്തിൻ്റെ ചൂടെന്ന് നിങ്ങൾ വിചാരിച്ചു. പക്ഷെ അല്ല. അശദ്ദു സവാദം മിനൽ ഖാർ, ടാറിനേക്കാൾ കറുത്തതാണ് നരകം. കറുത്തിരുണ്ട് മനുഷ്യനും കല്ലും കത്തിക്കൊണ്ടിരിക്കുന്നതാണ് നരകമെന്ന് അള്ളാഹുവിൻ്റെ ദീന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. ടാറിൻ്റെ കുപ്പായ സുഹൃത്തുക്കളെ നരകത്ത് കൊടുക്കുക. ഒരു വസ്ത്രം നരകത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹ് കൊടുക്കുന്നത് ടാറ് കൊണ്ട് നിർമ്മിച്ച ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ഒരു കട്ടിയുള്ള ടാറിൻ്റെ കുപ്പായം അവൻ അണിയിപ്പിച്ചാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ഈ റോഡ് മണിക്ക് ഒരു ടാറിൻ്റെ വീപ്പ ചൂടാക്കിയിട്ട് ഇനി കുറച്ചപ്പുറത്ത് ഒരു 200 മീറ്റർ അപ്പുറത്ത് ഒരു പുതിയ അടുപ്പ് വെച്ച് 4 കല്ല് വെച്ച് അല്ലെങ്കിൽ 3 കല്ല് വെച്ച് ഒരു വീപ്പ അതിൻ്റെ മേലെ കയറ്റി വെച്ച് ഒരു വിറക് കത്തിക്കാൻ ഇപ്പുറത്ത് 200 മീറ്റർ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ടാറിൽ മുക്കി ഒരു വിറക് കണ്ട് കത്തിച്ച് പോയാൽ മതി. അത്ര പെട്ടെന്ന് ആ തീ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് അല്ലേ? ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിലേക്ക് ടാറിൻ്റെ കുപ്പായം അണിയിപ്പിക്കുന്ന രംഗം അള്ളാഹുവിൻ്റെ ദീനാണ് മനുഷ്യലോകമേ നമ്മളോട് പറയുന്നത്. അവിടെ കിട്ടുന്ന വെള്ളം എന്താണ് ആ പ്രയോഗം? വസുഖു, അവിടെ കുടിപ്പിക്കുകയാണ് വെള്ളം. വസുഖു മാഅൻ ഹമീമ, ഓളി കത്തിക്കൊണ്ടിരിക്കുന്ന തിളച്ചു മറിയുന്ന വെള്ളം. അവരുടെ ആമാശയങ്ങൾ മുറിഞ്ഞ് പൊടി പൊടിയായി പോകുന്ന ആ അർത്ഥത്തിലുള്ള വെള്ളമാണ് കുടിപ്പിക്കുന്നത്. ഇഷ്ടം പോലെ പറയാൻ പറ്റും. എല്ലാവരും ചിന്തിക്കുക. ഓരോ സൂറത്തും ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു തആലയോട് നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്മാർ, അതിശക്തമായ ചൂടിൽ കിടക്കുന്ന മനുഷ്യന്മാർ വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ അവന് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം പോലും അല്ലാഹു തആല പറഞ്ഞത് നരകത്തിൻ്റെ അടിഭാഗത്ത് അതിന് വൈൽ എന്ന് പേരിട്ടിരിക്കുന്നു എന്നാണ് തഫ്സീറിൽ കാണുന്നത്. അവിടെ തിളച്ചു മറിയുന്ന വെള്ളം, ആ വെള്ളം ചോദിച്ചവൻ്റെ തൊണ്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുമെന്ന്. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന നീരും ചോരയും ചലവും കൂടിക്കലർന്ന മഞ്ഞ നിറത്തിലുള്ള തിളച്ചുമറിയുന്ന വെള്ളമാണ് അവന് കുടിക്കാൻ വേണ്ടി അവന്റെ വായിലേക്ക് തൊണ്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം അങ്ങ് ഒഴിക്കുന്നതോടുകൂടി അവന്റെ തൊണ്ട 4 ഭാഗത്തേക്കും പൊട്ടിച്ചീന്തി പോവുകയാണ്, കീറിപ്പോവുകയാണ്, തെറിക്കുകയാണ്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാ. ഇങ്ങനെയൊക്കെ ഒരു നരകം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഈ ചൂട് അത് അള്ളാഹു മനുഷ്യലോകത്തിന് ചില ചിന്തകൾ കൊടുക്കാൻ വേണ്ടി നൽകുന്നതാണ്. അതിനെ അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ബാക്കി മറ്റേതെങ്കിലും സന്ദർഭത്തിൽ നമുക്ക് പറയാം, വിശദീകരിച്ചു പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇപ്പം നാം അനുഭവിക്കുന്ന ചൂട് ഒരുപക്ഷെ നരകത്തിന് അള്ളാഹു കൊടുത്ത ഒരു നിശ്വാസത്തിലെ ഒരു ആവി പുറത്തു വിടാൻ കൊടുത്ത സമയത്തിലെ വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന ആവിയിൽ നിന്ന് പുറത്തു വരുന്നതാവാം. അല്ലാഹു ആലം. അതുകൊണ്ട് ഈ ഖുത്ബയിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഈ ചൂടിനെ കുറിച്ച് പഠിക്കണം, സൂര്യനെ കുറിച്ച് പഠിക്കണം, അതിൻ്റെ വിശാലതയെക്കുറിച്ച് പഠിക്കണം. ഇത് സംവിധാനിച്ച ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിനെ കുറിച്ച് ആലോചിക്കണം. അപ്പോൾ പിന്നെ അവന് നരകം എന്നത് എത്ര എളുപ്പമാണ്. സൂര്യൻ എന്നത് തന്നെ 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാനുള്ള സ്ഥലമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യരെ പ്രയാസപ്പെടുത്താൻ നരകമെന്ന് പറയുന്ന ഒരു ലോകം സംവിധാനിക്കാൻ അള്ളാഹ്ക്ക് എന്ത് പ്രയാസമുള്ളത്? എന്ത് പ്രയാസം അള്ളാഹ്ക്കുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കുക, ആലോചിക്കുക. നമ്മളെക്കുറിച്ച് ശരിയാവണ്ണം ആലോചിക്കുക. ഇത്രയും പരീക്ഷണങ്ങളൊക്കെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട്
ഇനി വീണ്ടും പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ടായിട്ട് നാം അള്ളാഹുവിലേക്കുള്ള മടക്കത്തിനും അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നതിനും അവൻ്റെ മുന്നിൽ സമയബന്ധിതമായ ഇബാദത്ത് നിർവഹിക്കുന്നതിനുമൊക്കെ ഒരു ജാഗ്രത പാലിക്കുന്നവനായി ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് ആലോചിക്കണേ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ചൂടും വെള്ളത്തിൻ്റെ ക്ഷാമവുമൊക്കെ ഇങ്ങനെ ഒരുമിച്ചു സംസാരത്തിൽ വരുന്ന ഒന്നാണ്. അടുത്ത യുദ്ധം ഒരുപക്ഷെ വെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന് എഴുത്തുകാർ എഴുതിക്കഴിഞ്ഞു. ലോകത്തിന് വരാനിരിക്കുന്ന യുദ്ധം പോലും കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും. ഒരു രാജ്യം മറുരാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് വരെ കുടിവെള്ള വിഷയത്തിലായി പോകുമെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ കുടിക്കാനും കുളിക്കാനും ടോയ്ലറ്റ് പോകാനും വൃത്തിയാക്കാനും ഒക്കെ വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ ജീവിതം? എല്ലാ ജീവികളുടെയും ജീവൻ നിലനിൽക്കുന്നതിൽ നമ്മുടെ ശരീരം വലിയൊരളവ് ജലാണ്. ഏത് അസുഖത്തിന് ഡോക്ടറെ അടുത്ത് ചെന്നാലും പറയണ്ട, വെള്ളം ശരിക്കും കുടിക്കണം കേട്ടോ. അല്ലാഹു ഖുർആനിൽ ചോദിച്ചു മനുഷ്യരോട്, അല്ല ആകാശത്തുനിന്ന് വെള്ളം ഇറക്കി തരുന്നത് നിങ്ങളാണോ അല്ല ഞാനാണോ? അല്ലാഹു ചോദിക്കുക. ഒരു മനുഷ്യനും ഒരു റോളുമില്ല. ഇപ്പം ചൂട് കൂടുതലായാൽ ഇനി വരാൻ പോണത് എന്താണ്? കിട്ടാവുന്ന മഴ ചിലപ്പോൾ ശക്തമായ മഴയാകും. കാരണം ബാഷ്പീകരണം കൂടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുളങ്ങളും കിണറുകളും ഒക്കെ വറ്റി എന്ന് തന്നെ പറയാം. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തെ കാണാൻ പോകുന്ന നദികളിൽ പുഴകളിൽ വെറും മണലും കല്ലുകളും മാത്രം കണ്ടു തുടങ്ങി. ചൂട് കൂടുമ്പോൾ ബാഷ്പീകരണം അതിശക്തമായി നടക്കും. അതുകൊണ്ട് ചിലപ്പോൾ തുടർന്നു വരുന്ന മഴ അതിശക്തമായ മഴയായി വരും. പക്ഷേ അള്ളാഹു എപ്പോൾ ഉദ്ദേശിച്ചു എന്നറിയില്ല. ഇപ്പം പലരും കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുന്ന സമയമാണ്. ഇപ്പോഴാണ് ഒരു വിശ്വാസിയുടെ സ്വഭാവത്തെ അളക്കാൻ പറ്റിയൊരു സമയം കൂടിയാണ്. അള്ളാഹ് ശപിച്ച ഒരു വിഷയമുണ്ട്, കുടിവെള്ളം മുടക്കുന്നവൻ. അള്ളാഹ് ശപിച്ച വിഷയ കുടിവെള്ളം മുടക്കുന്നവനെ അള്ളാഹ് ശപിച്ചു. ഇപ്പോൾ ശരിക്ക് വിശ്വാസം പരിശോധിക്കാൻ പറ്റുന്ന സമയമാണ്. അയൽവാസിൻ്റെ കിണറിൽ വെള്ളം പറ്റി, നമ്മളെ കിണറിന് രാവിലെ വെള്ളം കോരി, ഉച്ചക്ക് കോരി, വൈകുന്നേരം കോരി, അപ്പം ഇങ്ങനെ മുഖം കറക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ വന്നിട്ട് പറയാം, ഓൽക്കും അറിയാം ഓല കിണറിൽ വെള്ളം പറ്റിയതല്ലേ. ഇപ്പോൾ ഇന്നലെ 2 റിങ് ഉണ്ടായിരുന്നു, ഇന്ന് 1 റിങ്ങുള്ളൂ. എങ്ങനെ കുറച്ചെടുത്താൽ മതി എന്നൊക്കെ പറയണേ. ആയിക്കോട്ടെ, എല്ലാവരും സൂക്ഷിച്ചെടുത്താൽ മതി, പ്രശ്നമില്ല. ഇവൻ്റെ കിണറിൽ വെള്ളം കൊടുത്ത അള്ളയാണ്, നിങ്ങളെ കിണറിൽ വെള്ളം വറ്റിച്ചതും അള്ളയാണ്. അവിടെ ശരിക്ക് പരീക്ഷിക്കപ്പെടുന്നൊരു സമയമാണ്. അവിടെ എല്ലാവരും ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ ശ്രമിക്കുക. അയൽവാസിക്ക് പോരും എൻ്റെ വെള്ളം കുറയും, എൻ്റെ കിണറിൽ വറ്റും. അപ്പോൾ അയൽവാസിക്ക് വെള്ളമില്ല, നമുക്കില്ല. വറ്റുമ്പോൾ എല്ലാവരും പറ്റി, വേറെ എന്തെങ്കിലുമൊക്കെ സംവിധാനം അള്ളാഹു തരും. എൻ്റെ കിണറിൽ വെള്ളമുള്ള കാലം നിങ്ങളെ ആവശ്യത്തിന് എടുത്തോളിട്ടോ. നമ്മളെല്ലാവരും ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം, അല്ലെങ്കിൽ സൂക്ഷിച്ചുപയോഗിക്കണം. ഇത് നമുക്കൊക്കെ പറയാം. പക്ഷേ മുഖം കറുപ്പിക്കണ്ട. അടുത്തേക്ക് വരാതെ അപ്പുറത്താളോട് പറയണ പോലെ തട്ടി പറയണ്ട, നൊടിച്ചിൽ വേണ്ട. അള്ളാഹ് തന്നതാണ് ഈ വെള്ളം. അതുകൊണ്ട് നന്നായിട്ട് വഴി തടയുന്നവനും വെള്ളം തടയുന്നവനും അള്ളാഹു ശപിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയത്തെ സാന്ദർഭികമായി ഓർക്കുക. ഇനിയും ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ മഴയ്ക്കു വേണ്ടി നമ്മളെല്ലാവരും നമസ്കരിക്കണം. ഇൻഷാ അള്ളാഹ് വരും ദിവസങ്ങളിൽ മഴ കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു ഗ്രൗണ്ടിൽ സമ്മേളിച്ച് മഴയ്ക്കു വേണ്ടിയുള്ളൊരു നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങണം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റവും ആശ്വാസകരമായ രീതിയിൽ മഴ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് തരുന്നത് അള്ളയാണ്.
നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് വെള്ളത്തിന് കുറവ് വന്നപ്പോൾ ഒരു സ്റ്റേറ്റ് തീരുമാനിച്ച എന്താ അറിയോ? അവിടുത്തെ വലിയ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ കൂടിയിട്ട് നമുക്കൊരു യാത്ര മുകളിലേക്ക് നടത്താം. അതിനൊക്കെ സംവിധാനമുണ്ട് ലോകത്ത് യാത്ര നടത്താൻ. എന്നിട്ടൊരു കെമിക്കൽ വിതറാം. ഇപ്പം നമ്മുടെ നാട്ടിൽ മുകളിൽ നിന്ന് മരുന്നടിക്കാമല്ലോ തോട്ടങ്ങൾക്ക്, അതുപോലെ കുറച്ചുകൂടി മുകളിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച്, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു തരം കെമിക്കൽ ഈ മേഘപാളിയിലേക്ക് എത്തുമാറ് വിതറാം. അത് വിതറിയാൽ 100% മഴ കിട്ടുമെന്നാണ് അവർ വിശ്വസിച്ചത്. ഇന്ത്യ രാജ്യത്തൊരു സ്റ്റേറ്റ്, നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മതി, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ആരാണ്, എവിടെയാണ്, ഏതാ കൊല്ലണമൊക്കെ. കോടികളാണ് ഇതിന് മുടക്കിയത് ആ സംവിധാനത്തിന്. ഒരു മഴ കിട്ടാൻ, വെള്ളത്തിന് ക്ഷാമം വന്നപ്പോൾ, നാട് വറ്റി വരണ്ടു തുടങ്ങിയപ്പോൾ ഇനി രക്ഷയില്ലെന്ന് കണ്ട് ഒരു തരം കെമിക്കൽ ഉപയോഗിച്ച് മേഘപാളിയിലേക്ക് എത്തുന്ന വിധത്തിൽ ആകാശത്തിൻ്റെ മേലാപ്പിൽ വിതറാമെന്ന് തീരുമാനിച്ചത് കോടികൾ മുടക്കിയിട്ടാണ്. ഒരു ഗ്ലാസ് വെള്ളം പോലും കോടികൾ മുടക്കിയിട്ട് അവർക്ക് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ള സത്യം. എൻ്റെ അർത്ഥം, ഇത് അള്ളാൻ്റെ കയ്യിലുള്ള കാര്യമാണ്, അവൻ്റെ പക്കലുള്ള കാര്യമാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ വെള്ളം വറ്റിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്നു തരാൻ ആരാണുള്ളത് എന്ന് അള്ള വെറുതെ ചോദിച്ചതല്ല. അതുകൊണ്ട് ഈ സമയത്ത് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ആശ്വാസകരമായ മഴ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപകാരപ്രദമായ മഴ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപദ്രവം ഇല്ലാത്ത വിധത്തിലുള്ള മഴ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളപ്പൊക്കത്തിൽ നിന്നും അതുപോലെ തന്നെ അപകടങ്ങളിൽ നിന്നും കാലവിപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ സ്കിനാ ഗൈസൻ മുഗീസ. മനസ്സുകൊണ്ട് പറയങ്ങളെല്ലാവരും, അല്ലാഹുമ്മ സ്കിനാ ഗൈസൻ മുഗീസ മരീഅൻ മുരീഅ നാഫിഅ ഗൈറ ളാരിൻ ആജിലൻ ഗൈറ ആജിലിൻ. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്കിനാ ഗൈസൻ മുഗീസ മരീഅൻ മുരീഅൻ നാഫിഅൻ ഗൈറ ളാരിൻ ആജിലൻ ഗൈറ ആജിലിൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഴ നൽകണേ, ഏറ്റവും നല്ല മഴ, സമൃദ്ധമായ മഴ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആശ്വാസകരമായ മഴയാക്കിയ മഴയെ മാറ്റണേ അല്ലാ. ഉപകാരപ്രദമായ മഴയാക്കിയ മഴയെ മാറ്റണേ അല്ലാ. സമാധാനം കിട്ടുന്നൊരു മഴയാക്കി, ആശ്വാസം കിട്ടുന്നൊരു മഴയാക്കിയ മഴയെ മാറ്റണേ അല്ലാ. ഉപദ്രവമില്ലാത്ത മഴയാക്കിയ മഴയെ മാറ്റണേ അല്ലാ. അത് വേഗത്തിൽ നൽകണേ അല്ലാ. സമയം നീട്ടിക്കൊണ്ടുപോകാതെ എത്രയും വേഗത്തിൽ, അത് ഏത് സമയത്ത് എത്ര വേഗത്തിൽ കൊടുക്കണോ അത്ര വേഗത്തിൽ നീ നൽകണേ അല്ലാ എന്നാണ് അള്ളാഹുവിനോട് പറയുന്നത്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചും മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുകയൊക്കെ ചെയ്തിട്ടില്ല, ഉണ്ട്. അതുകൊണ്ട് കാലങ്ങളും പിറകിലേക്ക് പോകുമ്പോഴും ക്ഷാമവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വെള്ളത്തിന് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇനി അത് കൂടിക്കൂടി വരാൻ പോവുകയാണ്. അള്ളാഹു നമ്മെ ആ അർത്ഥത്തിൽ പരീക്ഷിക്കുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് കുപ്പായത്തിൻ്റെ ബട്ടൺ അയച്ച് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കല്ലാതെ, എന്തൊരു ചൂടാണ്, മഴയില്ല. കാളിയാവുണ്ടായിരുന്നു, കരുവാരുണ്ടായിരുന്നു, മഞ്ചേരി ഉണ്ടായിരുന്നു, കോഴിക്കോട് നല്ല മഴയായിരുന്നു. ആ കൂട്ടത്തിൽ പടച്ചോനെ റബ്ബേ, ഞങ്ങൾക്ക് നീ ആശ്വാസമായ ഒരു മഴ നൽകണേ എന്ന് പ്രാർത്ഥിക്കലുണ്ടോ? അതാ വെറും കോഴിക്കോടിൻ്റെ കഥ പറയലാണോ? അത് അപ്പുറത്തെ കഥ പറയലാണോ? എൻ്റെ അലാമാൻ്റെ മോനുണ്ട് ഇന്ന സ്ഥലത്ത്, ഓൻ പറഞ്ഞു അവിടെ ഭയങ്കര മഴയാണ്. ഇതൊക്കെ ചർച്ച ചെയ്യാന്നല്ലാതെ ഒരു പ്രാർത്ഥന ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, പടച്ചോനെ ഞങ്ങൾക്ക് ആശ്വാസകരമായ ഒരു മഴ നീ നൽകണേ അല്ലാ എന്ന് നമ്മൾ എത്ര പേര് പറഞ്ഞു? അവലോകനാണ് നമ്മൾ. കാരണം ടി വി തുറന്നാൽ ഇങ്ങനെ അവലോകനങ്ങളാണ് എല്ലാ വിഷയത്തിലും. ഓനെക്കുറിച്ച് പറയാം, ഈ പാർട്ടിയെക്കുറിച്ച് പറയാം, ആ പാർട്ടി. നമ്മളും നടത്തുന്നത് ഇപ്പോൾ അവലോകനങ്ങളാണ്. അപ്പുറത്ത് മഴയുണ്ട്, അതിനെന്താ? സക്കാത്ത് കൊടുക്കാത്ത നാട്ടിൽ മഴ കുറക്കും എന്നല്ല പറഞ്ഞിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അവിടേക്ക് ഇപ്പം കിടക്കുന്നില്ല. അതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങോട്ട് ഇപ്പോൾ ഈ വിഷയത്തെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല.
അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട്. സർവശക്തനായ റബ്ബ് എല്ലാം നൽകാൻ കഴിവുള്ളവനാണ്. അവൻ വിചാരിച്ചാൽ അത് ഉണ്ടാകട്ടെ എന്ന് പറയുക മാത്രമേ ആവശ്യമുള്ളൂ. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ആവശ്യമുള്ള മഴ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ നാക്കാലികൾക്കും ആടുമാടുകൾക്കും ഞങ്ങളുടെ കൃഷികൾക്കും ഞങ്ങളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ കുടിവെള്ളത്തിനും എല്ലാറ്റിനും അള്ളാഹുവെ ആശ്വാസകരമായ ആവശ്യമായ വെള്ളം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, കൊടും വെള്ളത്തിൻ്റെ ക്ഷാമത്തിലേക്ക് ഞങ്ങളെ പരീക്ഷണത്തിന് പറഞ്ഞയക്കാതെ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ആവശ്യാനുസരണമുള്ള വെള്ളം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കാലവിപത്തുകളിൽ പെടുത്തി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അള്ളാഹുവിടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എത്രയും പെട്ടെന്നുള്ള ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് ചൂട് സഹിക്കാനാവാതെ അവരുടെ ശരീരത്തിൽ ഉണലുകളും അതുപോലെ തന്നെ വ്രണങ്ങളുമൊക്കെ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് പല ഭാഗത്തും. ആ കാരണം കൊണ്ടാണ് കുട്ടികൾ മരണപ്പെടുന്നത് വരെ ഡോക്ടർമാർ നിർണയിക്കുന്നൊരു അവസ്ഥ എത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, നിനക്ക് മാത്രമേ കാരണങ്ങൾ അറിയൂ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക്, ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾക്ക്, ഞങ്ങളിൽ പ്രായമുള്ളവർക്ക്, വളരെ പ്രായം കുറഞ്ഞ മക്കൾക്കൊക്കെ നീ ആശ്വാസമാകുന്ന വിധത്തിൽ ആവശ്യാനുസരണം മഴ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇത്രയും പരീക്ഷണങ്ങൾ ലോകത്ത് വരുമ്പോൾ മനസ്സിനുള്ളിലുള്ള ആ കുശുമ്പും വാശിയും എല്ലാം മാറ്റി നിർത്തി ഹൃദയ വിശാലത നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, വീണ്ടും വീണ്ടും നിന്നോട് ചോദിക്കുകയാണ്, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ ഗഫിർ للمؤمنين والمؤمنات والمسلمين والمسلمات، اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات، اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم خلص قلوبنا من الرياء، اللهم خلص قلوبنا من النفاق، اللهم خلص قلوبنا من الشرك والكفر. آمين آمين برحمتك يا أرحم الراحمين. الله أكبر الله أكبر، أشهد أن لا إله إلا الله، أشهد أن محمد رسول الله.